ഇന്നൊരു 4 കിലോയിലുള്ള ഒരു ബർത്ത്ഡേ സെറ്റാണ് കേട്ടോ കാണിക്കുന്നത്. 2 ടയർ കേക്കാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഡ്രം ബേസ് സെറ്റ് ചെയ്തെടുക്കുകയാണ്. ഡ്രം ബേസ് ഇപ്പോൾ വാങ്ങിക്കാറില്ല കേട്ടോ. ഇതുപോലെ തന്നെ 2 ബേസുകൾ ചേർത്ത് ഡബിൾ ടേപ്പ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മളിപ്പോൾ ഡ്രം ബേസ് ആയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫ്ലേവർ വന്നിട്ട് നട്ടി ബബിൾ ആണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2 ടയറിലും നട്ടി ബബിൾ തന്നെ കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ 16 മുട്ട ഉപയോഗിച്ചാണ് കേട്ടോ ഈ 2 ടയറിന് വേണ്ടിയിട്ട് ഞാനിവിടെ കേക്ക് സ്പഞ്ച് ചെയ്തിട്ടുള്ളത്. 2 6 ഇഞ്ചിൻ്റെ കേക്ക് ടില്ലും 2 9 ഇഞ്ചിൻ്റെ കേക്ക് ടില്ലും കേട്ടോ ഞാൻ ഈ കേക്ക് ബേക്ക് ചെയ്തിട്ടുള്ളത്. ഓരോ ടിന്നിലും ബേക്ക് ചെയ്ത കേക്ക് 3 ലെയർ വീതം കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ താഴത്തെ ടയറിന് 6 ലെയറും മുകളിലത്തെ ടയറിന് 6 ലെയറും കേട്ടോ. ഇങ്ങനെയാണ് ഞാൻ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് ഇവിടെ എനിക്ക് അബദ്ധം പറ്റിയിട്ടുണ്ട് കേട്ടോ. നട്ട്സൊക്കെ ഇട്ട് ചോക്കോ ചിപ്സൊക്കെ ഇട്ടിട്ട് ഞാനിവിടെ ബൂസ്റ്റിൻ്റെ പൗഡർ ഇട്ട് കൊടുക്കാൻ മറന്നുപോയി. അപ്പോൾ ഫസ്റ്റ് ലെയർ അങ്ങനെ ഒരു അബദ്ധം പറ്റി പോയിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത്തെ ലെയറിൽ ഞാൻ ചെയ്യുന്ന സമയത്താണ് കേട്ടോ ഞാൻ ഓർമ്മിക്കുന്നത് ഫസ്റ്റ് ലെയർ ചെയ്തില്ല എന്നുള്ളത്. ഇത്രയും തിക്കായിട്ട് തന്നെ നട്ട്സൊക്കെ ഇട്ടതുകൊണ്ട് തന്നെ ഇനി ഇത് ഇളക്കി സെറ്റ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചു. ഒന്നാമത്തെ കാര്യം ഇത്രയും ചൂടിലാണ് നമ്മൾ കേക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇളക്കിയൊക്കെ പണിയുന്നത് ഭയങ്കര റിസ്ക്കാണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ നട്ട്സായിട്ട് യൂസ് ചെയ്തിട്ടുള്ള കുറച്ച് കാഷ്യൂസും അതുപോലെ തന്നെ ബദാമും ആണ് കേട്ടോ. ബദാം ഞാൻ നന്നായിട്ട് ക്രഷ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കാഷ്യൂസും കട്ട് ചെയ്താണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് ചോക്കോ ചിപ്സും പിന്നെ അതിന് മുകളിലായിട്ട് കുറച്ച് ബൂസ്റ്റിൻ്റെ പൗഡറാണ് കേട്ടോ ഇടുന്നത്. അതുപോലെ തന്നെ ലെയറിൽ നട്ട്സ് ഇടുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ കണ്ടൻസ്ഡ് മിൽക്കാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇങ്ങനെ തന്നെ ഞാനിവിടെ 6 ലെയർ സെറ്റ് ചെയ്ത് കൊടുക്കാൻ കേട്ടോ. അതിനുശേഷം ക്രം കോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. കേക്കിന് നമ്മൾ ലൈറ്റ് ക്രീം കളറിലാണ് കേട്ടോ ഫിനിഷ് ചെയ്തെടുത്തിട്ടുള്ളത്. സ്റ്റാക്ക് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് താഴത്തെ കേക്കിൽ 4 സ്ക്യൂർ കുത്തി കൊടുക്കുന്നതാണ് കേട്ടോ. മുകളിലത്തെ കേക്ക് നല്ല വെയിറ്റുള്ള കേക്കാണ്. അപ്പോൾ താഴത്തെ കേക്കിൽ വെക്കുമ്പോൾ ഇടിഞ്ഞ് താഴെയുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ സ്ക്യൂർ കൊടുക്കുന്നത്. അതുപോലെ ഞാൻ മുകളിലത്തെ കേക്കിൻ്റെ അതേ കേക്ക് ടീമിലെ അളവിൽ തന്നെ മുകളിൽ ഞാൻ അടയാളപ്പെടുത്തിയിട്ടാണ് കേട്ടോ മറ്റേ കേക്ക് എടുത്ത് ലിഫ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുന്നത്. പിന്നെ ഇതുപോലെ കുറച്ച് ഫോണ്ടൻ്റ് വെച്ചാണ് കേട്ടോ. ഇത് ഞാൻ ഓവനിൽ വെച്ച് ഡ്രൈ ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതൂടെ ഞാനിത് കേക്കിൽ സെറ്റ് ചെയ്ത് കൊടുക്കാൻ കേട്ടോ. മോളുടെ പേര് എഴുതി കൊടുത്തിട്ടുള്ള ഫോണ്ടനിലാണ്. പിന്നെ ഇതിൽ കുറച്ച് ഷുഗർ ബോൾസ് ആണ് കേട്ടോ. പല വലുപ്പത്തിലുള്ള ഷുഗർ ബോൾസ് ആണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ 4 പേപ്പർ ബട്ടർഫ്ലൈയും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കളറിന് മാച്ചായിട്ട് നമുക്ക് എഡിബിൾ ബട്ടർഫ്ലൈസ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഇതിങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ കൂടെ കുറച്ച് സെറ്റുകളും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ച് പോപ്സും കപ്പ് കേക്കും അതുപോലെ സിക്കിൾസും ഡോണറ്റും പിന്നെ കുറച്ച് കസ്റ്റമൈസ്ഡ് ചോക്ലേറ്റും ആണ് കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ കസ്റ്റമൈസ്ഡ് ചോക്ലേറ്റ് ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ചെയ്യുന്നത്. ഇത്രയും ചൂടുള്ള സമയത്ത് ഈ ചോക്ലേറ്റിൻ്റെ വർക്കുകളും അതുപോലെ തന്നെ ടയർ കേക്കിൻ്റെ വർക്കൊക്കെ ഭയങ്കര റിസ്ക്കാണ്. ഡെക്കറേഷൻ വേണ്ടിയിട്ട് സ്റ്റിക്കിൽ കുത്തി 2 ഹാർട്ടോടെ ചെയ്ത് വെക്കണമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഈ ചൂടിൽ അത് പറ്റില്ല എന്ന് ചോദിച്ചിട്ട് ഫോണ്ടനിലാണ് കേട്ടോ ഹാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. ഇഷ്ടമായിട്ടുണ്ട് തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.